ഈ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അതായത് വിഷൻ 2031 സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ പറയുകയാണ്, പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരും, ഒപ്പം കാശ്മീരിലെത്തിയ ഫറൂഖ് അബ്ദുള്ളയും. ഇത് കോൺഗ്രസിനകത്ത് വലിയ ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു അനന്തര ഫലം? അല്ല, അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളം എന്താണെന്ന് നമ്മുടെ കണ്ണിൽ തൊട്ട് ബോധ്യപ്പെടുത്തുകയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും. മണിശങ്കർ അയ്യർ പറഞ്ഞത് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യ സങ്കല്പം എന്നുവെച്ചാൽ ഗ്രാമീണ ഏറ്റവും അവസാനത്തെ ആളിനെ കൂടി കണ്ടാൽ മാത്രമേ, അവരിലേക്ക് എത്തിയാൽ മാത്രമേ വികസനം പൂർത്തീകരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ മേഖലയിലേക്ക് എത്താൻ കേരളം നടത്തിയ പരിശ്രമത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ജനകീയാസൂത്രണം. അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിലെമ്പാടും രാജീവ് ഗാന്ധിയുടെ കാലത്ത് പാസ്സാക്കിയ നിയമമാണ്, നഗരപാലികാ ബില്ലും പഞ്ചായത്ത് രാജ് ബില്ലും. പക്ഷെ ആ പാസ്സാക്കിയിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിനൊപ്പം എങ്ങും എത്തുന്നില്ല. കേരളത്തിൽ തമാശയായി ചിലർ പറഞ്ഞൊരു കാര്യം, ജനകീയാസൂത്രണം വന്നതിന് ശേഷമാണ് യക്ഷിയും പ്രേതവും ഇല്ലാതായത്. എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് എനിക്കും താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് ഏത് വഴി കൂടെ പോയാലും അവിടെ യക്ഷിയുണ്ട്, പ്രേതമുണ്ട് എന്ന് ഭയപ്പെടുമായിരുന്നു. കാരണം അന്ന് കേരളത്തിലെ ഊടുവഴികളെല്ലാം വിജനവും അതേപോലെ തന്നെ വല്ലാതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ്, വെളിച്ചമില്ല. ജനകീയാസൂത്രണത്തിൻ്റെ വരവോടുകൂടി അവിടെ എല്ലാം മികച്ച റോഡുകളായി, ചെറിയ ഇടവഴികൾ പോലും നല്ല സഞ്ചാരയോഗ്യമായ റോഡുകൾ. ഇന്ത്യ രാജ്യത്ത് മറ്റൊരിടത്തില്ലാത്ത പ്രത്യേകതയാണ്. എല്ലാ ഈ ഊടുവഴികളിൽ പോലും ഇലക്ട്രിക് ബൾബുകൾ, ലൈറ്റുകൾ. ഇന്ത്യയിൽ എവിടെയാണ് ഇത് കാണാൻ കഴിയുക? ഞാൻ ഈ അടുത്ത സമയത്ത് കർണാടകത്തിലൊന്ന് പോയിരുന്നു. കർണാടകത്തിലെ കുഗ്രാമങ്ങളിലൊക്കെ ടാറിങ് എന്നുള്ളത് സ്വപ്നത്തിൽ പോലും അവർക്ക് ഇപ്പോഴും സങ്കല്പിക്കാൻ പറ്റത്തില്ല. കേരളം അങ്ങനെയാണോ? കേരളത്തിലെ ഓരോ പഞ്ചായത്തുകൾ ഇനി എവിടെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ, എവിടെയാണ് ടാർ ചെയ്യാൻ നോക്കി നടക്കുന്ന സ്ഥലങ്ങളാണ്. ചിലയിടത്ത് അപവാദം എന്തെങ്കിലും പേരിന് കാണും. പക്ഷേ പൊതുവിൽ കേരളത്തിലെ റോഡുകളിലെല്ലാം നല്ല സഞ്ചാരയോഗ്യമാകുകയും അതേപോലെ തന്നെ വൈദ്യുതി വിളക്കുകൾ വരികയും ചെയ്തുകൊണ്ട് യക്ഷി പ്രേത സങ്കല്പം ഇപ്പം ടി വിയിലെ സീരിയലിൽ മാത്രമായി. അതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതിവേഗം. ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ സംഭാവനയാണ്. ഈ സംഭാവന അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഇടത്തേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമുന്നത വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ മണിശങ്കർ അയ്യറാണ്. ആ സമുന്നതമായ നേതൃത്വത്തിൽ അദ്ദേഹം കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ പഞ്ചായത്ത് രാജ് മന്ത്രിയായിരുന്നു. പഞ്ചായത്ത് രാജ് സങ്കല്പത്തെ ഇത്രമാത്രം ഗഹനമായി പഠിച്ച ഒരാൾ ഇന്ത്യയിൽ വേറെയില്ല. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പഞ്ചായത്തി രാജ് സങ്കല്പത്തെ, ഗ്രാമീണ വികസനത്തെ കേരളം അടയാളപ്പെടുത്തിയതുപോലെ വേറൊരിടത്തുണ്ടായിട്ടില്ല. അതിൽ മുന്നിൽ നിന്ന് നയിച്ചത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണെന്ന് അദ്ദേഹം പറയുകയാണ്. 2, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി. ഇവിടെ ഉണ്ടായതിനെല്ലാം അപഹസിച്ച് ഇല്ലാതാക്കാനാണ്. എന്തിനാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ നേരത്തെ പരീക്ഷയ്ക്ക് തലേദിവസം പരീക്ഷയുടെ തലേദിവസം പോലും പാഠപുസ്തകം കൊടുക്കാൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിരുന്ന സതീശൻ പറയുക, അടുത്ത അധ്യയന വർഷത്തെ പുസ്തകം ഇപ്പോഴേ കൊടുക്കാൻ പോകുന്നത് മണ്ടത്തരമാണെന്ന്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വികസന കാര്യത്തിൽ ഒരു പുതിയ പരിപ്രേക്ഷ്യം കേരളം കണ്ടത്. ആ പരിപ്രേക്ഷ്യത്തെ കാണാതെ പോകാൻ കഴിയില്ല എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. മറ്റൊന്ന്, കേരളം എന്താണെന്ന് ഇപ്പോഴും നമ്മളെ ബോധ്യപ്പെടുന്നതിൽ ഒരു കാര്യമാണ് ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്താ, എൻ്റെ നാട്ടിൽ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാൻ ഏതെങ്കിലും മനുഷ്യന് കഴിയുന്നോ? എൻ്റെ നാട്ടിലെ മനുഷ്യൻ ഇതുപോലെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ആ കേരളം അതിൽ നിന്ന് മാറിയത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഈ തരത്തിലേക്ക് കാശ്മീരിലെ ജനതയ്ക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്ന് സ്വപ്നം കാണാൻ പോലും എനിക്ക് കഴിയാത്ത അവസ്ഥയാണ്. അതാണ് ഇതിനിടയ്ക്ക് ഈ എതിരാളികൾ ഒരു PR വർക്ക് എന്ന് പറഞ്ഞ് ഇതിനെ നേരിടുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കും, ഞാനതാണ് ആദ്യം പറഞ്ഞത്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. കേരളത്തിന് പുറത്തെത്തി, കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പാടിപ്പോഴുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. വലിയ PR വർക്കിൽ കയറിപ്പോയതാണ്. ഗുജറാത്തിൽ 3,87,000 കുട്ടികളാണ് കഴിഞ്ഞ വർഷം സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായത്.
കർണാടകത്തിൽ ഏതാണ്ട് 17,000 പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തുടർന്നിരുന്നെങ്കിൽ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ നിഷ്ക്രിയമാക്കി പ്രൈവറ്റ് മുതലാളിമാരുടെ പള്ളിക്കൂടങ്ങൾക്ക് വലിയ തോതിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ സർക്കാർ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠന സൗകര്യം കിട്ടുന്ന സർക്കാർ പള്ളിക്കൂടങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മറ്റേ അൺഎയ്ഡഡ് സ്കൂളുകളും മറ്റും അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തിച്ചു. പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പൈസ ഇല്ലെങ്കിലും പഠിക്കാവുന്നൊരു സ്ഥിതി ഇവിടെ ഉണ്ടാക്കി. കേരളത്തിലെ ചികിത്സാ രംഗം മോശമാണോ? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ എന്തായിരുന്നു? 11 മണിക്ക് ഡോക്ടർ വന്ന് 11:30 ആകുമ്പോൾ ഇറങ്ങി പോകുന്ന സ്ഥിതിയിൽ നിന്ന് ഇന്ന് 2, 3, 4 ഡോക്ടർമാരുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. താലൂക്ക് ഇപ്പം നമ്മുടെ സൗകര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികൾ നേരത്തെ പാവപ്പെട്ടവന് ഹൃദ്രോഗം വന്നാൽ സർക്കാർ ആശുപത്രി പോയി 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്ത് ചികിത്സിക്കാൻ മാർഗമില്ലാത്തവൻ സർക്കാർ ആശുപത്രി പോയി വേദന സംഹാരി ഗുളിക കഴിച്ച് അവിടെ കിടന്ന് ചത്തുപോകല്ല, വേറെ മാർഗമില്ലായിരുന്നു. ഇപ്പോഴോ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാർഡിയാക് സെൻ്ററുകൾ, എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബുകൾ, അവൻ്റെ പ്രാഥമിക ആരോഗ്യ ചികിത്സ, ഇപ്പം തന്നെ ക്യാൻസർ ചികിത്സ എല്ലാ ജില്ലകളിലും ഒരു ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സ ഏർപ്പെടുത്തുന്നു. എറണാകുളത്ത് കൊച്ചിൻ ക്യാൻസർ സെൻ്റർ അത്യാധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അവയവമാറ്റത്തിന് എല്ലാ അവയവങ്ങളും മാറ്റിവെക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേപോലെ സൗകര്യം കേരളത്തിൽ സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്നു. പോരായ്മകൾ ഇനിയുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം, ആരോഗ്യരംഗത്തെ വിഷയം എന്താ അവർ പറയുന്നത്. ഇപ്പം തന്നെ കേരളത്തിലേക്ക് ലോകത്തിലെ തന്നെ എല്ലാ വലിയ ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള കുത്തകകൾ എല്ലാ ആശുപത്രികളിലും നിന്ന് വിലയ്ക്ക് മേടിക്കുക. എന്തിനാണ് വിലയ്ക്ക് മേടിക്കുന്നത്? ഇവിടെ പാവപ്പെട്ടവനെ സഹായിക്കാനാണോ? ഒന്നുമല്ല, അവർക്ക് കൊള്ളലാഭം അടിച്ചുകൊണ്ട് പോകാനാണ്. ആ കൊള്ളലാഭം അടിക്കാൻ വരുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ മുമ്പിലാണ് സർക്കാർ പാവപ്പെട്ടവന് വേണ്ടി സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യം ഒരുക്കുന്ന ഒരു കേന്ദ്രമായി കേരളം. ഇതൊക്കെ മനുഷ്യൻ കണ്ണുള്ളവർക്ക് കാണാം. കേരളത്തിൽ കുറേ ആളുകൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇതിനെല്ലാം ഇകഴ്ത്തി ഈ നല്ലതിനെ മുഴുവൻ മറച്ചു പിടിക്കുന്ന ഒരു മാധ്യമ ദുഷ്പ്രചരണത്തിൻ്റെ വലയത്തിലാക്കി. എന്നാലും ഞാൻ ചോദിക്കട്ടെ സാർ, കേരളത്തിലെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഞാൻ ഇന്നലെ എറണാകുളത്തു നിന്ന് ഹൈവേയിലൂടെയാണ് കായംകുളത്തേക്ക് വരുന്നത്. എന്തൊരു മാറ്റമാണ്! നേരത്തെ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴി, ആ വഴിയിൽ നിന്ന് 6, 7, 8 ലൈനുകളുള്ള റോഡുകളുണ്ടായി. അതിൻ്റെ പണി വളരെ വേഗം തീർക്കയില്ലേ. പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടി നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ് എത്ര വർഷം മുമ്പ് കാശ് തന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കേരളത്തിൽ ഭൂമി എടുക്കാൻ കഴിയില്ല, അടച്ചുപൂട്ടിപ്പോകാൻ പറഞ്ഞ് ഓഫീസ് അടച്ചുപൂട്ടിപ്പോയതല്ലേ. തിരികെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്ന് അതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സഹായം ചെറുതല്ല. പക്ഷേ എന്നാലും ഇന്ത്യ രാജ്യത്ത് ഹൈവേക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പൈസ മുടക്കി വസ്തു മേടിച്ചു കൊടുത്തത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദാണ്ട് ശബരി റെയിൽവേ, ഇന്ത്യ രാജ്യത്തെ റെയിൽവേ പദ്ധതിക്ക് സംസ്ഥാനം പൈസ മുടക്കുന്ന കേരളത്തിലല്ല ഉള്ളൂ. കേരളത്തിലെ ഗവൺമെൻറ് 1900 കോടി രൂപ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്നു ശബരി പാതയുടെ ബാക്കി പൂർത്തീകരണത്തിന്. അപ്പോൾ ഇത്രയും നേട്ടങ്ങളെ അവകാശപ്പെടുന്ന സ്ഥിതിക്ക് കോൺഗ്രസ് വീണ്ടും വലിയ പ്രതീക്ഷയോടുകൂടി, കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണെന്ന് മണിശങ്കർ അയ്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സർദാർ പട്ടേൽ ഇരുന്ന കസേരയിൽ ഒരു ഗൂണ്ട ഇരിക്കുന്നു എന്നാണ് വേണുഗോപാലിനെ ചൂണ്ടി പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഭരണമെന്ത്, കേരളത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമില്ലാത്ത, എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത്. അത്തരം ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നവരല്ലേ. എത്ര പൊട്ടന്മാരാണെന്ന് എവർ ധരിച്ചാലും കേരളത്തിലെ മനുഷ്യൻ ഇതെല്ലാം മനസ്സിലാക്കുന്ന, ജീവിതത്തിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുകയില്ലേ കേരളത്തിൻ്റെ ഈ മാറ്റം. അപ്പോൾ എങ്ങനെ ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും ഒരു അവസരം കിട്ടാതിരിക്കും? കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ്റെ ഭരണം തുടങ്ങുന്നതിന് 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചതാണ്. കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ പുസ്തകമില്ല, ബെഞ്ചില്ല, ഡെസ്കില്ല, അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നേരിട്ടിരുന്ന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, അവിടെ വലിയ മാറ്റം വന്നു. ആശുപത്രികളിൽ മരുന്നില്ല, കേരളത്തിലെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. കേരളത്തിൽ കറണ്ട് ഉണ്ടായിരുന്നു. 7.5 മണിക്കൂർ രാത്രി പകലുമായി ലോഡ് ഷെഡിങ്. കേരളം ഇരുട്ടിലാണ്ട് കേരളമല്ലേ. ഇന്ന് 10 വയസ്സുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാൽ കേരളത്തിൽ ലോഡ് ഷെഡിങ് എന്തോ ചോദിച്ചാൽ അവനറിയാവോ? ആ തരത്തിൽ കേരളത്തെ മാറ്റിയെടുത്ത വീണ്ടും ആ ഇരുണ്ട കാലത്തേക്ക് കേരളത്തെ പോകാൻ ഏതെങ്കിലും ഒരു മലയാളി ആഗ്രഹിക്കുമോ? കടുത്ത കോൺഗ്രസ്സുകാർ അല്ലെ BJP-ക്കാരല്ലാതെ വേറെ ആരെങ്കിലും പഴയ കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമോ? അതാണ് കേരളത്തിൻ്റെ മാറ്റം. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നീതി ആയോഗാണ് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ രംഗത്തും കേരളം മുമ്പിൽ. കേരള ഗവൺമെൻറ് അല്ലല്ലോ പറയുന്നത്, നീതി ആയോഗ് നരേന്ദ്രമോദി ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്. അവർ പറയുകയാണ് കേരളം എല്ലാ രംഗത്തും മുന്നിൽ.
അങ്ങനെ മുന്നിലായത് കൂടോത്രമോ മന്ത്രവാദമോ ചെയ്തിട്ടാണോ? ഈ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിപരമായ ലക്ഷ്യബോധത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ എങ്ങനെ വരാതിരിക്കും? മൂന്നാമത് വീണ്ടും ഇടതുമുന്നണി വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെയാണ്. അതാണ് ഈ ജനങ്ങളുടെ മുമ്പിലത്തെ കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.